ഗൂഗിളിന്റെ ഗൂഗിൾ പിക്സൽ 9 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം ലോഞ്ച് ടൈമിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 9 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.3 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. OLED പാനലായിരിക്കും ഇതിൽ വരിക. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം എന്നേ ഉള്ളൂ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 186 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.9 mm ആയിരിക്കും. പിന്നെ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റും ആയിരിക്കും. പിന്നെ ഈ ഫോണിന്റെ പോർസിലിൻ, ഒബ്സിഡിയൻ അതുപോലെ തന്നെ പിനോയ്, ഐറിസ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടെൻസർ G4 എന്നുള്ള പ്രോസസർ ആയിരിക്കും ഇതിൽ വരിക. 42,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഒരു പ്രോസസർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ ആയിരിക്കും ഇത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലും വന്നേക്കാം. 8GB റാമും 256GB ഇന്റേണലും വരുന്നതായിരിക്കും. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഇതിൽ വന്നോളണം എന്നില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പൊതുവെ ഗൂഗിളിന്റെ ഫോണുകളിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് വരാറ്. പിന്നെ പൊതുവെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഫസ്റ്റ് ഗൂഗിളിന്റെ ഡിവൈസുകളിലാണ് വരാറ്. ഫാസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല 7 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇത് സോണി IMX 787 സെൻസർ ആയിരിക്കും. പിന്നെ OSന്റെ സപ്പോർട്ട് ഇതിൽ വരും. 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഗൂഗിളിന്റെ ഡിവൈസുകളിൽ വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ലഭിക്കാറുണ്ട്. മികച്ചൊരു ക്യാമറ പെർഫോമൻസ് ഒക്കെ തന്നെ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. പിന്നെ 7.5 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. അത്ര മികച്ചൊരു ചാർജിങ് സ്പീഡൊന്നും ഇതിൽ വന്നോളണം എന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും 2025 മാർച്ചിലേക്കായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില $499 ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 42,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം വില കുറച്ചും കൂടി കൂടിയേക്കാം. ഒരു 45,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരെ എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിലും മിക്കവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഗൂഗിളിന്റെ ഗൂഗിൾ പിക്സൽ 9 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.